Hi guys, welcome back guys. നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കിടിലൻ ഹോളോഗ്രാം ഉണ്ടാക്കാൻ പോവാണ് guys. അത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ സാധാരണ ഹോളിവുഡ് മൂവീസിലൊക്കെ ഹോളോഗ്രാം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമുക്കത് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണണം, അല്ലെങ്കിൽ മെഷർമെന്റ്സ് ഒന്നും മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ഷോപ്പ് ഉള്ളതുകൊണ്ട് സബ്സ്ക്രൈബ് അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങുന്ന ബെല്ലൈക്കൺ ഓളാക്കിയിട്ടുള്ളൂ. എന്നാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഹോളോഗ്രാം ഒന്നും കണ്ടില്ല. അപ്പൊ ഇതിന്റെ ഷേപ്പും പിന്നെ അതുപോലെ മെഷർമെന്റ്സും സാധനങ്ങളും എന്തൊക്കെയാ നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതിപ്പോ മദ്യത്തിന്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം ഇതുപോലെ പരന്നതായതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഹോളോഗ്രാം ഉണ്ടാക്കിയെടുക്കണേ നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ബോട്ടിലിന്റെ ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറണം. അപ്പൊ എന്തായാലും ഹോളോഗ്രാമിന് 4 സൈഡ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ബോട്ടിൽ കൊണ്ട് തികയില്ല, എന്തായാലും കുറച്ചും കൂടി വേണ്ടി വരും, 2-3 ബോട്ടിലെങ്കിലും വേണ്ടി വരും. അപ്പൊ എന്തായാലും നോക്കാം, ഇത് ഇന്ന് 2 പീസ് കിട്ടാൻ ചാൻസ് കുറവാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി ഇത് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൈ മുറിയരുത്. ഇപ്പോൾ സീസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ആകെ ഒരു ബോട്ടിൽ നിന്ന് ആകെ ഒറ്റ പീസ് കിട്ടിയുള്ളൂ, ബാക്കിയൊക്കെ വേസ്റ്റ് ചെയ്യേണ്ടി വന്നു, കാരണം അളവ് തികയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് 4 ബോട്ടിൽ വേണ്ടി വരും ഈ ഒരു ഹോളോഗ്രാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, അപ്പോൾ വലിയ ബോട്ടിലാണെങ്കിൽ ഒറ്റ ബോട്ടിൽ തന്നെ മതിയാവും തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെന്റ്സ് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹോളോഗ്രാമിൻ്റെ മെഷർമെന്റ്സ് വരുന്നത്. താഴെ 9 സെന്റിമീറ്റർ, അതുപോലെ തന്നെ ഹൈറ്റ് 5.5 സെന്റിമീറ്റർ, അതുപോലെ തന്നെ ടോപ്പിൽ 1.5 സെന്റിമീറ്റർ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പീസ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ബേസ് ഇതുപോലെ കറക്റ്റാക്കി വെക്കുക, കണ്ടില്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പേപ്പർ ഇതിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട്, കാരണം നമ്മുടെ ടേബിളിൽ സ്ക്രാച്ച് വിടാണ്ടിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ സ്കെയിലും പെൻ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് മുറിക്കുന്നത്. കാരണം മറ്റേതാകുമ്പോൾ മറ്റേ സീസേഴ്സൊക്കെ ആകുമ്പോൾ മറ്റേ വളഞ്ഞു തിരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കെയിലും ഇത് ഉപയോഗിച്ചിട്ടാണ് നന്നായിട്ട് അമർത്തി ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ 4 പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ ചേർത്തൊട്ടിക്കലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഒരു തവണ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പറിച്ചെടുക്കുമ്പോൾ ആകെ അലമ്പാവും. എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ ഒട്ടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഒട്ടിക്കുക.
Schuss!